ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയും സച്ചിയും രേവതിയും നമ്മുടെ ശ്രുതി അന്വേഷിച്ച് ആകപ്പാടെ തളർന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുക കേട്ടോ. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയാണ്, ശ്രുതി നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ ശ്രുതി അതൊന്നും കേൾക്കാതെ ആ ഒരു സങ്കടത്തിൽ ശ്രുതിയെ കാണാതെ സങ്കടത്തിൽ അമ്മേ ഇല്ലമ്മ ഇനി എനിക്കൊരു ജീവിതമില്ല, ശ്രുതി ഇല്ലാതായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സച്ചി വീണ്ടും പറയുന്നുണ്ട്, നിന്റെ കള്ളത്തരം കാരണമല്ലേ, നീ ജോലിയുണ്ടെന്ന് പറഞ്ഞ് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ നമ്മുടെ സച്ചി വീണ്ടും കുറെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഉള്ളിലുണ്ടാവും കേട്ടോ. ശ്രുതി വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടെടുക്കുന്നുണ്ട്. സച്ചി, ഇനി നീ ശ്രുതി ഒരക്ഷരം പറഞ്ഞു പോകരുത്, നിനക്കൊരു അവകാശവും ഇല്ല ശ്രുതിയെ പറയാൻ. അച്ഛനും അമ്മയ്ക്കും ചോദിക്കാം, അച്ഛനും അമ്മയ്ക്കും ശ്രുതിയെ വഴക്ക് പറയാം, പക്ഷെ വേറൊരാൾക്കും അതിനുള്ള അവകാശം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി കുറെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഇനി നീ എങ്ങാനും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാട് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ സച്ചിയുടെ വായടുപ്പിക്കുന്നുണ്ട്. അവിടെ സച്ചി ഒന്നും മിണ്ടാതിരിക്കും, നീ കുറെ ചെയ്യുന്ന കുറെ നന്മകളൊക്കെ നിന്റെ ഈ ഒരു ഒറ്റ ദേഷ്യം കാരണമാണ് ആരും തിരിച്ചറിയാതെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛൻ നമ്മുടെ സച്ചിയോട് പറഞ്ഞ സച്ചി അപ്പൊ വാ പൂട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ ശ്രുതിയും മുറിയിലേക്ക് പോയിട്ട് നമ്മുടെ ശ്രുതിയുടെ എന്താ പറയാ കാലിൽ വീണ് മാപ്പ് പറയുന്നു എന്ന് വേണം പറയാനായിട്ടോ. അങ്ങനെ മാപ്പൊക്കെ പറഞ്ഞ് ഇനി നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇനി ഞാൻ നല്ലോണം ജോലിയൊക്കെ നോക്കിക്കോളാം, ഞാനിനി പറ്റിക്കില്ല ശ്രുതി നീ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ പറയാൻ പോയപ്പോൾ അമ്മയാണ് സമ്മതിക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ചന്ദ്രമതി ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി, എടാ മഹാപാപി, നീ എല്ലാം എന്റെ തലയിലിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി മുറിക്കുള്ളിൽ കയറി നമ്മുടെ ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചന്ദ്രമതി ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ഇവനോട് ഇനി ക്ഷമിച്ചേക്കും, ഇനി നല്ല രീതിയിൽ ജോലി നോക്കിക്കോളും ചെയ്തോളും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ സച്ചിൻ രേവതിയുമാണ്, അവര് ഞാൻ എങ്ങനെയും ഒതുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും അവരോടാട്ടോ ദേഷ്യം, ഇത്രയും കള്ളത്തരം ചെയ്ത ശ്രുതിയോടല്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നൽകുന്ന ഒരു രംഗങ്ങളിലാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെ ഉണ്ടല്ലോ, ഒടുവില് നമ്മുടെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ കുളിച്ച് റെഡിയാക്കി ഒരുങ്ങിയും എന്താ പറയാ ജോലിക്ക് പുതിയ ഇന്റർവ്യൂവിനൊന്നും പറഞ്ഞ് പോകാൻ പോകുന്നുണ്ട്. ഇനി ഇന്റർവ്യൂവിന് തന്നെയാണോ അല്ലെങ്കിൽ വേറെ വർക്കാണോ എന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ. എന്തായാലും ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ശ്രുതി ആണെങ്കിൽ നല്ല വേറെ പുതിയ ഷർട്ടൊക്കെ ഉടുപ്പിച്ച് നല്ല രീതിയിലൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല രംഗങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പുറത്ത് നമ്മുടെ രേവതി ഒരു സംശയം നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ, അല്ല ശ്രുതി ഇവിടുന്ന് ദേഷ്യപ്പെട്ടു പോയതല്ലേ, പെട്ടെന്ന് എങ്ങനെ ശ്രുതിക്ക് മാനസാന്തരം വന്നു, അതിനിടയിൽ നമ്മൾ ആരും ശ്രുതിയെ ഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ആ ശരിയാണത്, പെട്ടെന്ന് ഇവിടെ എങ്ങനെ തിരിച്ചു വന്നു എന്നൊക്കെ അവരും പറയുന്നുണ്ട്. അപ്പൊ സച്ചി രേവതി പിന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, അവരുടെ കാര്യത്തിൽ ഇനി ഇടപെടാനേ പോകരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയെ കുറെ ഉപദേശിച്ചിട്ട് അവരും ഇങ്ങനെ എന്താ പറയാ അവരുടെ കാര്യം നോക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കാം അല്ലെ, ഇനി സുധിയുടെ ആ ഒരു പുതിയ ജീവിതമായിരിക്കുമോ അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ആയിരിക്കുമോ, ഇനി നമ്മുടെ രേവതിയുടെ ഒരു പൂക്കട, അതിൽ നിന്നും ഇനി വരുമാനം കൂടി കൂടി നമ്മുടെ രേവതി വലിയ ആളാകുമോ എന്നൊക്കെയാട്ടോ നമ്മുടെ ആ ഒരു നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.